സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചർച്ചകളൊക്കെ സജീവമാവുന്നു. തിരുവമ്പാടി കേന്ദ്രീകരിച്ചൊരു പുതിയ ചർച്ച. തിരുവമ്പാടി വിട്ടുകൊടുത്ത് പകരം തവനൂരോ പട്ടാമ്പിയോ കിട്ടിയാൽ കൊള്ളാമെന്ന് ലീഗിന് ഒരാലോചന. വിവരങ്ങളുമായാണ് അനുമോദ് ചേരുന്നത്. അനുമോദ്, തിരുവമ്പാടി എപ്പോഴും ചർച്ചകളുടെ നടുക്കുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി. ഇപ്പോൾ പട്ടാമ്പിയോ തവനൂരോ ആവും ഭേദമെന്ന് ലീഗ് കണക്കുകൂട്ടുന്നതിലേക്ക് എത്തിക്കുന്നത് എന്തൊക്കെ ആലോചനകളാണ്, എന്തൊക്കെ സാഹചര്യങ്ങളാണ്? ശ്രീജ, തിരുവമ്പാടി സീറ്റിനെ ചൊല്ലി നേരത്തെ തന്നെ ലീഗിൽ പലതരത്തിലുള്ള അഭിപ്രായം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ തിരുവമ്പാടി സീറ്റിൽ ലീഗിനുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാകുന്നു. ലീഗിൽ തന്നെ തിരുവമ്പാടിയിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവുകയും അത് വലിയ പരസ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരികയും പാർട്ടി നടപടിയെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ തന്നെ തിരുവമ്പാടി സീറ്റ് ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ സിറ്റിംഗ് സീറ്റല്ല. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി വരുന്നതോടെ തിരുവമ്പാടി ലീഗിന് തലവേദനയാകുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം തീർക്കുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ലീഗ് ഈ സീറ്റ് മാറിയാൽ അത് ഗുണകരമാകുമെന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ കാരണം. മാത്രമല്ല, ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഈ ഒരു തിരുവമ്പാടിയിൽ താല്പര്യമുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ തന്നെ PV അൻവറിന്റെ ചർച്ചകൾ സജീവമാകുമ്പോൾ തന്നെ തിരുവമ്പാടി സീറ്റിൽ മറ്റ് ലീഗിന് പുറമെ മറ്റാരെങ്കിലും മത്സരിക്കാനുള്ള സാധ്യതകൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കളും തിരുവമ്പാടി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് തിരുവമ്പാടി വിട്ടുകൊടുത്ത് മറ്റേതെങ്കിലും സീറ്റുകൾ നേടുക എന്നൊരു ആലോചനയാണ് ലീഗിനുള്ളിൽ ഉള്ളത്. അതിൽ തന്നെ ലീഗ് ലക്ഷ്യം വെക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണെങ്കിൽ നാദാപുരമോ അല്ലെങ്കിൽ കൊയിലാണ്ടിയോ എന്ന ഈ രണ്ട് സീറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ കോൺഗ്രസിന് കൊയിലാണ്ടി വിട്ടുകൊടുക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ തന്നെ DCC അധ്യക്ഷനായ പ്രവീൺകുമാർ അടക്കം കൊയിലാണ്ടി സീറ്റ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. K മുരളീധരൻ കൊയിലാണ്ടി മത്സരിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പുറമെ നാദാപുരത്തും ലീഗിനെ സംബന്ധിച്ച് ശക്തിയുള്ള ഇടമാണ്. അപ്പോൾ നാദാപുരത്തും ജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിന് പുറമെ ഇനി കോഴിക്കോട് ജില്ലയിൽ സാധ്യമല്ലെങ്കിൽ മറ്റേതെങ്കിലും രണ്ട് ഓപ്ഷൻ എന്ന നിലയിലാണ് തവനൂരും പട്ടാമ്പിയിലും പരിഗണനയിൽ വരുന്നത്. പക്ഷേ മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ തവനൂര് നിലവിൽ തന്നെ കോൺഗ്രസിന് 4 സീറ്റുകളെ ജില്ലയിലുള്ളൂ. അതിൽ നിന്ന് ഒരു സീറ്റ് വിട്ടുകൊടുക്കുക എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ള കാര്യമൊക്കെ ചർച്ച കണ്ടു തന്നെയാണ്. അത് തന്നെ ലീഗ് KT ജില്ലയിൽ മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രമാകും തവനൂർ സീറ്റ് ഏറ്റെടുക്കാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ KT ജില്ലയിൽ മത്സരിക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഇനി തവനൂർ ഈ ഒരു 12-4 എന്ന ആ ഒരു ഇക്വേഷൻ മാറുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ജില്ലയിലേറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുമെങ്കിൽ പട്ടാമ്പി സീറ്റും അവർ പകരത്തിന് ആലോചിക്കുന്നുണ്ട്. നിലവിൽ തന്നെ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണ 2 സീറ്റിൽ ലീഗ് മത്സരിച്ചതാണ്. മണ്ണാർക്കാടും കോങ്ങാടും. മണ്ണാർക്കാട് ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കോങ്ങാട് കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ലീഗിൽ മത്സരിക്കുന്ന സാഹചര്യം. അപ്പോൾ കോങ്ങാടിന് പകരം പട്ടാമ്പി ലീഗിന് നൽകുകയാണെങ്കിൽ അത് നിലവിൽ തന്നെ LDFിൻ്റെ കയ്യിലാണ് സീറ്റുള്ളത്. അവിടെ ജയിച്ചു കയറാവുന്നൊരു പ്രതീക്ഷ ലീഗ് പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ വിജയസാധ്യതയുള്ള ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മത്സരിക്കുക എന്ന ഒരു തന്ത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മുൻനിർത്തുക. കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതിലല്ല, കൂടുതൽ സീറ്റുകൾ വിജയിക്കുന്നതിലാണ് കാര്യമെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു തീരുമാനമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിജയസാധ്യത ഉള്ളിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന നീക്കമാണ് എന്ന ആലോചനയാണ് ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ തിരുവമ്പാടിയേക്കാൾ ഒന്ന് പൊരുതിയാൽ വിജയിച്ചു കയറാൻ കഴിയുന്ന നാദാപുരവും കൊയിലാണ്ടിയും പട്ടാമ്പിയും ഒക്കെ തവനൂരും ഒക്കെ ലീഗ് ലക്ഷ്യമിടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. ശ്രീജ, അനുമോദ്, ഇത് ലീഗിന്റെ ആലോചനകളാണ്. അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ഇപ്പോൾ മുഹമ്മദ് മൊഹസിനാണ് പട്ടാമ്പിയിലെങ്കിലും CP മുഹമ്മദിന്റെ മണ്ഡലമായിരുന്നു. അവർക്ക് വേരുകളുള്ള മണ്ഡലം തന്നെയാണ് പട്ടാമ്പിയും. അപ്പോൾ ആ നിലയ്ക്ക് പട്ടാമ്പിയോ അല്ലെങ്കിൽ തവനൂരോ ഒക്കെ വിട്ടു നൽകാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം ഒരു താല്പര്യമുണ്ടാകും? ആ രീതിയിലുള്ള ചർച്ചകൾ ലീഗിന്റെ ഒരു താല്പര്യത്തിനപ്പുറത്തേക്ക് ഇത് ഒരു സമവായത്തിലെത്തുന്ന തരം ചർച്ചകളാണോ? ഇത് തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ശേഷിക്കെ തന്നെ ഇത്തരം ആലോചനകളും ചർച്ചകളൊക്കെ തുടക്കമിടുന്നത് ഒരു ഘട്ടം വരുമ്പോൾ അതിന് അനുകൂലമായൊരു സാഹചര്യം തീർക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ അവർ മത്സരിക്കുന്ന തവനൂരോ പട്ടാമ്പിയോ വിട്ടുകൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രായോഗികമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മൾ കോൺഗ്രസ് നേതാക്കളോട് തന്നെ പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ 4 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ നിന്നൊന്ന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം കുറയുന്നു. ജില്ലയിൽ കോൺഗ്രസ് ചിത്രത്തിൽ തന്നെ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യം വരും.
അങ്ങനെ ഒരു സാഹചര്യത്തിനെ അവർ വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും താല്പര്യം. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സീറ്റിൽ മത്സരിച്ചത് ഫിറോസ് കുന്നുംപറമ്പിൽ സ്വതന്ത്ര ഇനത്തിലാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം കൂടി അവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസിന് അത്രയും വിജയസാധ്യതയുള്ള മണ്ഡലമാണെങ്കിൽ എന്തുകൊണ്ട് സ്വതന്ത്രനെ മത്സരിപ്പിച്ചു എന്ന ചോദ്യമൊക്കെ മറുവശത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തവനൂർ കോൺഗ്രസിന്റെ ശക്തിയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച് നിലനിർത്തുന്ന ഒരു മണ്ഡലമല്ല. ഇതുവരെ അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ജയിക്കാനുള്ള എല്ലാ പരീക്ഷണങ്ങളും കോൺഗ്രസ് ഇതിനോട് നടത്തി കഴിഞ്ഞതാണ്. അവിടെ പ്രശ്നം വരുന്നത് ആ ഇക്വേഷൻ തെറ്റുന്നു എന്നുള്ളതാണ്. 12-4 എന്ന ഇക്വേഷൻ തെറ്റി അവിടെ 13-3 എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അണികൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് അതിലൊരു അനിഷ്ടം അല്ലെങ്കിൽ അതൊരു കോൺഗ്രസിന്റെ ശക്തി കുറയ്ക്കുന്ന, കോൺഗ്രസിന്റെ പ്രാതിനിധ്യം കുറയ്ക്കുന്ന ഒരു സാഹചര്യമാകില്ലേ എന്ന ചോദ്യമാണ് വരുന്നത്. അല്ലാതെ തവണൊരു വിജയിച്ചു കയറുന്ന ഒരു സീറ്റായിട്ട് കോൺഗ്രസ് കാണുന്നത് കൊണ്ടോ കോൺഗ്രസിന്റെ അത്രയും അടിത്തറ ഉറപ്പുള്ള ഒരു സീറ്റായിട്ട് കാണുന്നതുകൊണ്ടോ അല്ല. മാത്രമല്ല കോൺഗ്രസിന്റെ പല നേതാക്കളും തവനൂർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. അതൊരു കാര്യം. പട്ടാമ്പിയിലേക്ക് വരികയാണെങ്കിൽ പട്ടാമ്പി കോൺഗ്രസിന്റെ മൂസിൻ വരുന്നതിന് മുൻപ് വരെ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റ് തന്നെയായിരുന്നു. CP മുഹമ്മദ് വർഷങ്ങളായി വിജയിച്ചു കയറുന്ന ഒരു സീറ്റായിരുന്നു. അവിടെ ലീഗിന് നല്ല സ്വാധീനമുണ്ട്. പല പഞ്ചായത്തുകളും അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും ലീഗിന് അവിടെ താല്പര്യം മുൻപേ ഉള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ തിരുവമ്പാടി ഒരു ജയസാധ്യത കോൺഗ്രസിനുണ്ട് എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ VS ജോയിയെ പോലെയുള്ള യുവ നേതാക്കളിൽ നല്ല സ്വീകാര്യതയുള്ള യുവ നേതാക്കൾ അവിടെ മത്സരിക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുകയാണെങ്കിൽ VS ജോയി ഇപ്പോഴും അതിന് സമ്മതം മൂടിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരൊരു പകുതി മനസ്സ് മാത്രമാണുള്ളത്. ആ ഒരു സാധ്യത, ഒരു സീറ്റ് മലബാറിൽ അധികം നേടുക, ഒപ്പം തന്നെ പട്ടാമ്പിയിൽ ജയിക്കാനായാൽ മലബാറിലെ ഒരു 2 സീറ്റ് അധികം കിട്ടുന്നൊരു സാഹചര്യം വരും. ആ ഒരു സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. പക്ഷേ പട്ടാമ്പിയിലും റിയാസ് മുക്കോളിയെ പോലെയുള്ള യുവ നേതാക്കൾ വർഷങ്ങളായിട്ട് പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചതിന് ശേഷവും പട്ടാമ്പി കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമുള്ളത്. നമുക്കറിയാം, മലബാറിൽ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഏറ്റവും അധികം സമരങ്ങളിൽ പങ്കെടുത്ത് സമരം ചെയ്ത് ഒരുപാട് അടി വാങ്ങിയ നേതാവാണ് റിയാസ് മുക്കോളി. അപ്പോൾ റിയാസ് മുക്കോളിയെ പോലുള്ള യുവ നേതാക്കളെ അങ്ങനെ എഴുതി തള്ളുക എന്നുള്ളതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ എളുപ്പമല്ല, പ്രത്യേകിച്ച് യുവ നേതാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് റിയാസ് മുക്കോളിയുടെ ഒരു സാന്നിധ്യം പട്ടാമ്പി നേരത്തെ തന്നെയുണ്ട്. അദ്ദേഹം അവിടെ തന്നെ കേന്ദ്രീകരിച്ച്, മുമ്പ് CR മഹേഷൊക്കെ എങ്ങനെയാണോ കരുനാഗപ്പള്ളിയിലൊക്കെ പ്രവർത്തിച്ചിരുന്നത്, അതുപോലെ റിയാസ് മുക്കോളി പട്ടാമ്പി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുക കോൺഗ്രസിന് എളുപ്പമല്ല. അതുകൊണ്ട് ഇത് പ്രാഥമിക ചർച്ചകൾ മാത്രമാണ്. ആത്യന്തികമായിട്ട് ഇതിൽ ഏതെല്ലാം സീറ്റുകളിൽ സാധ്യത, അന്തിമ സാധ്യത എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൽ തീരുമാനം വരിക. മാസങ്ങൾ മുൻപിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പലതരം ചർച്ചകൾക്കും സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുമുണ്ട്. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ലീഗിൽ സജീവമായി നടക്കുന്ന ഒരു ചർച്ച തിരുവമ്പാടി വിട്ടുകൊടുത്ത് പകരം തവനൂരോ പട്ടാമ്പിയോ കിട്ടിയാൽ കൊള്ളാമെന്നതാണ് ലീഗിന്റെ ആലോചന. അതിന് കോൺഗ്രസ് വഴങ്ങുമോ? ജയം എന്നത് മുന്നിൽ കാണുമ്പോൾ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും UDF-ൽ? ഇതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. തിരുവമ്പാടി എന്തായാലും ചർച്ചകളുടെ നടുക്കുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പാലക്കാട്